ഭഗവാൻ ഉദ്ധരിച്ചതിൽ ആദ്യത്തെ ലീല പറഞ്ഞു വെണ്ണാപഹരണം എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ലീല എന്ന് പറയുന്നത് വസ്ത്രാപഹരണമാണ്. ഇവിടെ വസ്ത്രാപഹരണ ലീല ഇപ്പോൾ ഈ സമയത്ത് പറയാൻ പറ്റിയ ലീലയാണ്. കാര്യം വിശപ്പ് ദേഹത്തിനുള്ളതാണല്ലോ, അല്ലേ? ദേഹമാണല്ലോ വിശപ്പിനെ ഉണർത്തി നമ്മളെ ചിന്തയൊക്കെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോണത്. അപ്പം ദേഹബോധത്തെ ഉപേക്ഷിക്കാനുള്ള ലീലയാണ് വസ്ത്രാപഹരണ ലീല. അപ്പം പറ്റിയ ലീലയും കൂടാണ്. ഇവിടെ ഗോപികമാരെല്ലാവരും കൂടെ വളരെ കാലം നീണ്ടു നിന്ന ഒരു വലിയ വ്രതമെടുത്തു. കാർത്യായനി പൂജ എന്നാണ് പറയപ്പെടുന്നത്. ആ പൂജ കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി യമുനാ നദിയിൽ കുളിക്കാൻ വേണ്ടി വന്നു ചേർന്നു. ഈ കുളിക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂടി വരുന്ന സമയത്ത് എല്ലാ വസ്ത്രങ്ങളുമൊക്കെ അഴിച്ചു വെച്ച്, പൂർണ്ണ വസ്ത്രങ്ങളും അഴിച്ചു വെച്ചിട്ടാണ് ഇവർ നദിയിൽ, കാരണം ഇവരെല്ലാവരും ഒരേ ഭാവത്തിലുള്ളവരാണ്ട് ലജ്ജയും നാണമൊന്നും ഇല്ല, അവരെല്ലാം അഴിച്ചു വെച്ചിട്ട് നദിയിൽ കുളിക്കാൻ ഇറങ്ങി. ഇങ്ങനെ നൂറുകണക്കിന് ഗോപികമാർ ഒരുമിച്ചിട്ടാണ് ഈ കുളിക്കാൻ ഇറങ്ങിയത്. ഈ സമയത്ത് ഭഗവാൻ ആ സ്ഥലത്ത് വന്നു. ഇവർ വെച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് നേരെ തൊട്ടടുത്തുള്ള മരത്തിൻ്റെ മുകളിൽ കയറി അതെല്ലാം കൂടി അവിടെ മറച്ച് വെച്ചിട്ട് അതിൻ്റെ പുറകിൽ കയറി മറിഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോൾ ഗോപികമാർ കുറേ സമയം കഴിഞ്ഞു, നേരം കുറേ ആയി, വീട്ടിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചു. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇവർ കരയിലേക്ക് കയറി പോകാം, അല്ലെങ്കിൽ വീട്ടുകാർ തിരക്കി വരും എന്നുള്ള നിലയിലേക്ക് കരയിലേക്ക് കയറി. അപ്പോൾ ആദ്യമേ കയറിയ ഗോപിക വിളിച്ചുകൊണ്ട് വെള്ളത്തിലോട്ട് എടുത്ത് ചാടി. എന്താ കാര്യം? അഴിച്ചു വെച്ചിരുന്ന തുണികളൊന്നും കാണുന്നില്ല. തുണികളില്ലാതെ വീട്ടിൽ പോകാനും പറ്റത്തില്ല, കാരണം വീടിൻ്റെ അടുത്തല്ല, വളരെ ദൂരത്തിലാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ വസ്ത്രമില്ല. ഏതെങ്കിലും ഒരാളുടെ വസ്ത്രമെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് പോയി ബാക്കിയുള്ളവരെ തുണി എടുത്ത് കൊടുക്കുക, ആരുടെയും വസ്ത്രമില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടി തലപൊക്കി നോക്കി, കാറ്റത്തെങ്ങാനും പറന്നു പോയോ, ഇനി ആരെങ്കിലും എടുത്തുകൊണ്ട് വല്ല മൃഗങ്ങളെങ്ങാനും വന്ന് വലിച്ചുകൊണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടൊന്നും ഒരടയാളവും ഇല്ല. ഇങ്ങനെ ആകെ ഭ്രമിച്ചിട്ട് ഇവർ ബഹളം വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ സമയത്താണ് നോക്കുമ്പോൾ പെട്ടെന്നൊരു ഗോപിക പറഞ്ഞു, ദേ കണ്ടില്ലേ, ഇല്ല മുകളിൽ തുണിയുടെ പുറകിൽ ഒരു മൈപ്പീലിയുടെ തുമ്പുണ്ട്. ഭഗവാന്റെ നിഴൽ കണ്ടാൽ പോലും ആര് തിരിച്ചറിയും? ഗോപികമാർ തിരിച്ചറിയും. അപ്പോഴേ അവർ പറഞ്ഞു, കൃഷ്ണനാണ് തുണിയെല്ലാം എടുത്തുകൊണ്ട് മുകളിൽ കയറിയത്. കൃഷ്ണനോട് എന്ത് പറഞ്ഞു? കൃഷ്ണ മര്യാദയ്ക്ക് തുണിഞ്ഞ് തരാൻ പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, മര്യാദ എന്ന് പറയുന്ന ശീലം പണ്ടേ ജീവിതത്തിൽ ഇല്ല, മനസ്സിലായില്ലേ? തന്നില്ലെങ്കിലോ? അടുത്ത ചോദ്യം തിരിച്ചു ചോദിച്ചു. അപ്പോഴത്തേക്ക് ഗോപികമാർ പറഞ്ഞു, തന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കയറി വരും, വന്നാൽ നല്ല അടി കിട്ടും. നിനക്കറിയാലോ, അല്ലാത്തപ്പോൾ തന്നെ സ്നേഹം വരുമ്പോൾ തന്നെ ഞങ്ങൾ അടിക്കാറെന്നുള്ളവരൊക്കെ ഉണ്ട്. അപ്പം ദേഷ്യം വന്നുള്ള അടിയുടെ അവസ്ഥ കുറേ കൂടി മാറും, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറുന്ന അടിക്കും. കൃഷ്ണൻ പറഞ്ഞ് കയറി വന്നോളൂ. കയറി വന്ന് അടിക്കണമെങ്കിൽ മരത്തിൻ്റെ മണ്ടവരെ കയറണ്ടേ? കരയിൽ പോലും കയറാൻ വസ്ത്രമില്ലാതെ കയറാൻ പറ്റാത്തവർ പിന്നെ എങ്ങനെ കരയിൽ കയറിയിട്ട് പിന്നെ മരത്തിൻ്റെ മണ്ടയിൽ നഗ്നരായിട്ട് കയറുന്നത്? അങ്ങനെ അടിക്കുകയാണെങ്കിൽ അവിടെ അടിയും ബഹളവും നടക്കുമ്പോൾ നാട്ടുകാർ മുഴുവൻ ബഹളം കേൾക്കുമല്ലോ. അങ്ങനെയുള്ള അവസ്ഥയെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ എന്തൊക്കെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപികമാർ അവിടെ ഒന്ന് തണുത്തു. അപ്പോൾ പിന്നെ ഗോപികമാർ അടുത്ത ശൈലി വന്നോ, അച്ഛനോട് എന്ന് പറയും, മനസ്സിലായില്ലേ? അച്ഛനോട് എന്ന് പറഞ്ഞു കൊടുക്കും. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് വാ, എന്നിട്ട് തുണി തരാം. അല്ല, തുണി തന്നെയാ, എന്നിട്ട് ഞങ്ങൾ പോയി പറയാം. അത് വേണ്ട, തുണി തരത്തില്ല. തുണി തരാത്തതാണല്ലോ നിങ്ങൾ പറയുന്നത്. തുണി തരാത്തതാണ് നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പോയി പറഞ്ഞിട്ട് വാ. അപ്പോൾ പറഞ്ഞു, എന്താ കാര്യം? അവിടം വരെ എന്തായാലും പോകാൻ പറ്റില്ല, അച്ഛനോട് പറയണമെങ്കിൽ അങ്ങ് വരെ പോകണമല്ലോ. ഇപ്പോൾ നമ്മൾ തന്നെ ചില കുട്ടികൾ കുസൃതി കാണിച്ച് കുരുത്തക്കേട് കാണിച്ചാലും നമ്മൾ പറഞ്ഞേക്കല്ലേ, നമ്മൾ പറഞ്ഞത് നിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരുന്നുണ്ടോ, നിൻ്റെ രക്ഷാർത്താവിനെ ഒന്ന് കാട്ടെന്ന് പറയും, പറയത്തില്ലേ? ഇതുപോലെ തന്നെയാണ് ഇവർ പറഞ്ഞത്. പിന്നെ അവിടെ കൃഷ്ണൻ ഒരു കാര്യം കൂടി പറഞ്ഞു. അച്ഛനോട് ചെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നെ ശിക്ഷിക്കില്ല, അച്ഛൻ നിങ്ങളെ ആയിരിക്കും ശിക്ഷിക്കുന്നത്. എന്താ കാര്യം? നമ്മുടെ രാജാവാണ്, നന്ദഗോപുര രാജാവാണ്. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കേണ്ടത് ആരാ? ചുമതലയാണ്, രാജാവിൻ്റെ ചുമതലയാണ്. ഇവിടെ എന്തിനാണ് ഇവിടെ തെറ്റെന്ന് കാണപ്പെടുന്നത്? ഇവിടെ സാമൂഹികമായ ധാർമ്മികമായ ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ ജലാശയങ്ങളിൽ, തുറസായ സ്ഥലങ്ങളിലും ജലാശയങ്ങളിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പൂർണ്ണനഗ്നരായി നിന്ന് കുളിക്കാൻ പാടില്ല. അത് സാമൂഹികമായും തെറ്റാണ്, ധാർമ്മികമായും തെറ്റാണ്. സാമൂഹികമായി തെറ്റ് വിശദീകരിക്കണമല്ലോ. ധാർമ്മികമായിട്ട് എന്താ ഇത് തെറ്റെന്ന് പറയാനുള്ള കാരണം? ജലാശയങ്ങളിൽ പ്രഭാതകാലത്ത് ദേവന്മാരും രാത്രി കാലങ്ങളിൽ പിതൃക്കളും വസിക്കുന്ന സ്ഥലമാണ് ജലാശയം. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആറാട്ട് ജലാശയങ്ങളിൽ പോകുന്നത്. രാത്രി കാലങ്ങളിൽ പിതൃക്കൾ വസിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനും ശ്രാദ്ധകർമ്മങ്ങൾക്കും ജലാശയങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ പ്രഭാതത്തിൽ ദേവന്മാർ വസിക്കും, രാത്രി കാലത്ത് പിതൃക്കൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ മാനിക്കേണ്ടതാണ്. അവിടെ ഒരിക്കലും പൂർണ്ണനഗ്നരായി പോകാൻ പാടില്ല. അതുകൊണ്ട് ഈ സ്ത്രീകൾ ഇത്രയും പേരൂടെ നഗ്നരായി പോയി അച്ഛാ. അപ്പോൾ ഞാനിവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഇവർ സമ്മതിച്ചു തരത്തില്ല, അതിന് തെളിവിനാണ് ഞാൻ ഇവരെ തുണിയെടുത്തുകൊണ്ട് വന്നത് എന്ന് ഞാൻ അച്ഛനോട് പറയും. അപ്പോൾ അച്ഛൻ എന്നെ അഭിനന്ദിക്കും, നിങ്ങൾക്ക് അടിയും കിട്ടും. മനസ്സിലായില്ലേ? തന്ത്രം നോക്കിക്കോ. ഇവിടെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇത്ര ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത് വെച്ചാൽ, ഭഗവാൻ അന്ന് വയസ്സെന്ന് പറയുന്നത് 6.5 വയസ്സേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഈ വസ്ത്രാഹാരം നടക്കുമ്പോൾ 25-30 വയസ്സൊന്നുമില്ല. 6.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഭാവമാണ് അവിടെ. അപ്പോൾ ഗോപികമാർ അടുത്ത പ്ലേറ്റ് മാറ്റി. അത് പറഞ്ഞിട്ട് രക്ഷയില്ല. കൃഷ്ണ, നിനക്ക് ഞങ്ങൾ വെണ്ണ തരാം, പാല് തരാം, പഴം തരാം. കൃഷ്ണൻ പറഞ്ഞു, ഇന്ന് വരെ നീയൊന്നും എനിക്ക് തന്നിട്ടില്ലല്ലേ,
അന്ന് നുള്ളാനും പിച്ചാനും അല്ലേ വന്നിട്ടുള്ളൂ, അത് തന്നിട്ടില്ലല്ലോ. ഇതൊക്കെ വേണ്ടത് ഞാനങ്ങ് പോയി എടുക്കുകയല്ലേ ചെയ്യുന്നത്. എനിക്ക് ഇനി എടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്, ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ആരും തരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ എടുക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ തുണി എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ മണ്ടയിൽ കയറിയത്. അതുകൊണ്ട് ഇനി തെരിയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് ആര് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞു. ഗോപികമാർ ഒന്നുകൂടി മയപ്പെടുത്തി. ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ ഞങ്ങൾ ചക്കര ഉമ്മ തരാം, അതിന് തരാൻ പറഞ്ഞു തുണി. അപ്പം ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മ കൊണ്ട് ഞാൻ മടുത്ത് കിടക്കുക. കാരണം എന്താ, ഒരു ഉമ്മയോ രണ്ടുമ്മയെങ്ങാണോ ആണ് വല്ലപ്പോഴും കിട്ടുന്നെങ്കിൽ അതിനൊരു സുഖമുണ്ട്. ഇത് കിട്ടുന്ന വഴിക്ക് ഓടുന്ന വഴിക്ക് എല്ലാം പിടിച്ചെടുത്ത് ഗോപികമാരാണെന്ന ഗോകുലത്തിലുള്ള എല്ലാ ഗോപികമാരും ഭഗവാനെ കിട്ടിയാൽ പിടിച്ചു വെച്ച് ഉമ്മ കൊടുക്കും. പക്ഷെ ഞാൻ അന്നേരം ഒന്നും എതിർക്കാത്ത എന്താ പറയുക, നിങ്ങൾക്കൊരു സുഖം ഉള്ളതുകൊണ്ട് എനിക്കൊരു സുഖം പണ്ടേ ഇല്ല ഈ സാധനത്തിൽ. മനസ്സിലല്ലേ? എപ്പോൾ കിട്ടിയാലും അധികം കിട്ടിയാലും അമൃതും വിഷമാണ്. പണ്ടേ എനിക്കിതിൽ സുഖമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കൊരു സുഖം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് മാത്രമാണ് എന്ത് ചെയ്തത്, ഞാൻ മിണ്ടാതിരുന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുകൂടി ആര് പറഞ്ഞു? ഗോപികമാർ അടുത്ത് കൃഷ്ണൻ പറഞ്ഞു. ഒരു രക്ഷയില്ല. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പിന്നെ ഗോപിക പറഞ്ഞു, ഇനി ഞങ്ങൾ എന്താ വേണ്ടത്? ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞ് നീ കേട്ടില്ല, ഇനി നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ, ഞങ്ങൾ കേൾക്കാം. അവർ സറണ്ടറായി. ഇവിടെ ഭഗവാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ ഗോപികമാരെ വെടിഞ്ഞ് പോകേണ്ട സമയമാണെന്ന് ഭഗവാൻ അറിഞ്ഞു. അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ കംസൻ്റെ അടുത്തേക്ക് പോകാനാണ് കാളിയ മർദ്ദനം പരസ്യമായി നടത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കംസൻ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വെറുതെ ഇരിക്കില്ല, കംസൻ ഇനി തന്നെ അവിടെ എത്തിക്കാനോ അല്ലെങ്കിൽ കംസൻ ഇങ്ങോട്ട് വരാനുള്ള പ്ലാനൊക്കെ നടത്തും. എന്തായാലും ഗോപികമാരടുത്തു നിന്ന് പോകേണ്ടി വരും. അപ്പോൾ ഗോപികമാർക്ക് കൃത്യമായിട്ട് അറിവ് പകർന്ന് അവർക്ക് ദുഃഖമുണ്ടാകാതിരിക്കാൻ ജ്ഞാനത്തെ പകരണം. ആ അറിവ് പകർന്ന് അവരെ പഠിപ്പിക്കാനൊരു കാര്യമാണ് ഭഗവാൻ ആലോചിച്ചത്. പക്ഷേ ഗോപികമാരെ പഠിപ്പിക്കാനൊന്നും പറ്റുന്നവരല്ല. എന്താ കാര്യം വെച്ചാൽ, ഗോപികമാരെ ഇവിടെ നിരി ഞാൻ പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ പറയാം, പിന്നെ വലിയ അധ്യാപകം വന്നിരിക്കും, പോടാ ഇറക്കാന്ന് പറഞ്ഞ് തലയ്ക്ക് തട്ടും കൊടുത്തിട്ട്. ഇത് ഗോപികമാർ ഇങ്ങനെയാണ് ഭഗവാനോട് പെരുമാറുന്നത്, മനസ്സിലായില്ലേ? അവരൊരു വാത്സല്യവും സ്നേഹവും ഉണ്ട്. അതേ കണക്ക് ഭഗവാന്റെ മുകളിൽ അവർക്കൊരു ആധിപത്യമുണ്ട്. കാര്യം ഭഗവാനേക്കാളൊക്കെ പ്രായത്തിന് മൂത്തവരും ഉണ്ട് അതിനകത്ത്. അവർ വേണമെങ്കിൽ കൃഷ്ണനെ കളിയാക്കിയിട്ട് പോകും. അതുകൊണ്ട് ഇവരെ പഠിപ്പിക്കാനിരുത്താൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? എന്നാൽ ഇവരെ പഠിപ്പിക്കുകയും വേണം. കാര്യം അല്ലാതെ ഭഗവാൻ വിളിച്ചിരുത്തി പാഠം ഒന്നേന്നൊന്നും പറഞ്ഞ് പഠിപ്പിച്ചാൽ ആരും കേൾക്കില്ല. അപ്പോൾ ഭഗവാൻ അടുത്ത് വന്ന് പഠിപ്പിക്കാൻ കലകം ഉണ്ടാക്കി കളയും. ഇതാണ് ഗോപികമാർ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ എന്ത് ചെയ്തു? ഒരു നല്ല ക്ലാസ് റൂം സജ്ജീകരിക്കാൻ ആഗ്രഹിച്ചു. ഒരു നല്ല ക്ലാസ് റൂം സജ്ജീകരിക്കാൻ ഒരു അധ്യാപകൻ ആഗ്രഹിക്കുമ്പോൾ ആ അധ്യാപകൻ മുഖ്യമായി അവിടെ കൊടുക്കേണ്ട ലക്ഷ്യം എന്താ? മുഖ്യമായി കൊടുക്കേണ്ട ലക്ഷ്യം എന്താ? അവിടെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയും പഠന വിഷയത്തിലേക്ക് വരണം. ഇതല്ലേ ആദ്യത്തെ ശ്രദ്ധ വേണ്ടത്? ആണോ അല്ലയോ? നിങ്ങളൊന്നും സ്കൂളിൽ പോയിട്ടില്ലേ? ശരിയല്ലേ? ക്ലാസ്സിലിരിക്കുന്നവർക്ക് ആ പഠിപ്പിക്കുന്ന പാഠം ബോധ്യമാവണമെങ്കിൽ മറ്റ് ശ്രദ്ധയിലേക്ക് പോകാതെ അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ അധ്യാപകനിലേക്ക് ശ്രദ്ധ വരണം. അധ്യാപകൻ പറയുന്നതിൽ പൂർണ്ണ ശ്രദ്ധയില്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യം പഠിക്കാൻ പറ്റുമോ? മനസ്സിലായില്ലേ? നമ്മൾ ഒരേ ക്ലാസ് റൂമിൽ പഠിക്കുന്ന കുട്ടികൾ ചിലർ നല്ലതുപോലെ പാസ്സാവുന്നതും ചിലർ പരാജയപ്പെടുന്നതിൻ്റെ കാരണം അവരുടെ ശ്രദ്ധയുടെ വ്യത്യാസമാണ്, പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ പ്രശ്നമല്ല. അതിൽ നല്ല ശ്രദ്ധയുള്ളവൻ പഠിപ്പിക്കുമ്പോൾ തന്നെ പഠിക്കും, ശ്രദ്ധയില്ലാത്ത കുട്ടി അശ്രദ്ധമായിട്ടിരിക്കുന്നതുകൊണ്ട് അവനത് മനസ്സിലാവാതെ പോകും. ഇത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഭഗവാന് ഒരാൾ പോലും പരാജയപ്പെടാൻ പാടില്ല. കാരണം ഏതെങ്കിലും ഒരു ഗോപിക ദുഃഖത്തിലേക്ക് പോകാൻ പാടില്ല. എല്ലാവരെയും ഒരേ മാർക്കിൽ പാസ്സാക്കണം. ഏറ്റവും ഉത്തമനായ അധ്യാപകനാണ് ഇവിടെ ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതി നോക്കുമ്പോൾ ഏറ്റവും നല്ല അധ്യാപകൻ ആരാന്ന് ചോദിച്ചാൽ ക്ലാസ്സിൽ 2-3 പേര് ഭയങ്കര റാങ്ക് വാങ്ങിയ കുട്ടികളുള്ള അധ്യാപകനല്ല. ആ ക്ലാസ്സിലെ ഏറ്റവും അലസനായ കുട്ടി വരെ നല്ല രീതിയിൽ പഠിച്ച് വിജയിക്കുമ്പോഴാണ് ഒരു അധ്യാപകൻ യഥാർത്ഥത്തിൽ നല്ല അധ്യാപകനാവുന്നത്, അല്ലേ? അല്ലാതെ 50 പേരുള്ള ക്ലാസ്സിൽ 5 പേര് റാങ്ക് മേടിച്ചു ബാക്കിയുള്ളവരൊക്കെ കഷ്ടിച്ച് ജയിച്ചു എന്ന് പറഞ്ഞാൽ അധ്യാപകൻ വലിയ യോഗ്യനാവുന്നില്ല. കാരണം ഏറ്റവും അലസന വരെ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോൾ ക്ലാസ് റൂമിൽ വളരെ കൃത്യമായ ശ്രദ്ധ അധ്യാപകനിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയുണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തു? ഗോപികമാരെ വസ്ത്രം എടുത്തതോടുകൂടി ഗോപികമാരുടെ ശ്രദ്ധ മുഴുവൻ ഇനി ആരിലായി? ഭഗവാനിലായി. ഭഗവാൻ എന്ത് പറഞ്ഞാലും കേട്ടോളാന്നാണല്ലോ പറഞ്ഞത്. അശ്രദ്ധയില്ല, ശ്രദ്ധ മാറി. അങ്ങനെ ക്ലാസ് റൂം ആക്കിയാണ് ഭഗവാൻ ഈ വസ്ത്രം എടുത്തിട്ട് അവരെ നിർബന്ധിച്ച് ഭഗവാൻ പറയുന്നത് മിണ്ടാതെ എതിർവാക്കില്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ എത്തിച്ചു. അപ്പോൾ അതാണ് ഗോപികമാർ പറഞ്ഞത്. എന്ത് പറഞ്ഞാലും കേൾക്കും. ഭഗവാൻ ചോദിച്ചു, ഞാൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കിനി വേറെ ഒന്നുമില്ല, വേറെ രക്ഷയില്ലല്ലോ, എന്ത് പറഞ്ഞാലും കേട്ടോളാം എന്നുള്ള ശ്രദ്ധയിലേക്ക് വന്നു. അപ്പോൾ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഈ വ്രതം എടുത്തത്? അത് കാർത്യായനി ദേവിയെ പൂജിച്ച് എന്തിനാ? അത് ഒരു ആഗ്രഹത്തിന്. എല്ലാവർക്കും ഒരേ ആഗ്രഹം. അതെന്താ പറ? അപ്പോൾ അവർക്കൊരു മടി. അല്ല, പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എല്ലാവർക്കും കൃഷ്ണ നിന്നെ പതിയായി ലഭിക്കണം, ഇതാണ് ആഗ്രഹം. എല്ലാവർക്കും ഭർത്താവായ ആരെ വേണം? കൃഷ്ണ വേണം. കൃഷ്ണൻ ചോദിച്ചു, അങ്ങനെയാണോ? ആ അതെ അങ്ങനെയാണ്. ശരി, അങ്ങനെ എന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ഉപേക്ഷിക്കാൻ തയ്യാറാവുമോ? കാര്യം ഇവർക്കൊക്കെ ഭർത്താവും മക്കളും ഒക്കെ ഉള്ളവരാ.
ഗോപികമാർ പലരും. ഭഗവാൻ രണ്ടർത്ഥത്തിലാണ് ഇത് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ഉപേക്ഷിക്കാൻ തയ്യാറാവുമോ? ഗോപികമാർ അന്നേരെ പറഞ്ഞു, ഭഗവാനെ നിന്നെ കിട്ടാൻ വേണ്ടി ഈ ലോകത്തുള്ള എന്ത് വേണമെങ്കിലും ഞങ്ങൾ ഉപേക്ഷിക്കും. ശരി, നിങ്ങൾ പുറമേ ഉള്ളതിനെയൊക്കെ ഉപേക്ഷിക്കും. ഇനി നിങ്ങൾ നിങ്ങളെ തന്നെ ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അതിനെന്താ? ഭഗവാൻ സംശയമുണ്ട്. ഇപ്പോൾ യമുനയെ ചാടി ഞങ്ങൾ ചത്തു കളയെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഉറപ്പാണ്? ഭഗവാൻ പറഞ്ഞു, എങ്കിൽ ശരി, ഞാനിനി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ നേടാനാണല്ലോ വന്നത്, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേടണമെങ്കിൽ, നിങ്ങളെല്ലാവരും എന്നെ നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ ജീവനും എന്നെ നേടണമെങ്കിൽ സർവ്വ ആഭരണങ്ങളെ ഉപേക്ഷിക്കണം. ആഭരണത്തിനെയാണല്ലോ വസ്ത്രം എന്ന് പറയുന്നത്, അല്ലേ? ഈ ശരീരത്തെ മറയ്ക്കുന്ന ആഭരണമാണല്ലോ വസ്ത്രം. ആഭരണമല്ല, ആവരണം, അല്ലേ? മറയ്ക്കപ്പെടുന്നതാണല്ലോ വസ്ത്രം എന്ന് പറയുന്നത്. മറയ്ക്കാനല്ലേ ഉപയോഗിക്കുന്നത്? അപ്പോൾ ആവരണമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ആവരണത്തെയും ഉപേക്ഷിക്കണം. എങ്ങനെയുള്ള? എല്ലാ ജീവനും ഈശ്വരനിൽ നിന്നുള്ളൊരു മറയുണ്ട്. 5 ആവരണങ്ങളുണ്ട് നമുക്ക്. ഈ 5 ആഭരണങ്ങളും ദേഹവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ ഭഗവാൻ പറയുന്നത്, ഈ വസ്ത്രം എടുക്കുന്നതിലൂടെ ഭഗവാൻ പഠിപ്പിക്കുന്നത്, ജീവൻ്റെ വസ്ത്രമാണ് ശരീരം. ഇപ്പോൾ ശരീരത്തിൻ്റെ വസ്ത്രമാണ് തുണി എന്ന് പറയുന്നത് പോലെ ജീവൻ്റെ വസ്ത്രമാണ് ശരീരം. ആ ശരീരഭാവത്തെ ഉപേക്ഷിക്കാതെ ഒരാൾക്കും എന്നെ നേടാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? അത് ഗോപികമാരാണെങ്കിലും നമ്മളാണെങ്കിലും ദേഹാഭിമാന ബോധം ഇല്ലാണ്ടാവണം. ദേഹാഭിമാന ബോധം ഉള്ളിടത്തോളം കാലം നമ്മളിൽ ഞാനെന്ന ഭാവം ഉണ്ടാവും. ഞാനെന്ന ഭാവം ഉണ്ടെങ്കിൽ ആരെ കിട്ടില്ല? ഭഗവാനെ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്താ ഈ പഞ്ചവസ്ത്രം ഉപേക്ഷിക്കലെന്ന് പറയുന്നത്? എന്താ 5 വസ്ത്രം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? അന്നമയ കോശം, മനോമയ കോശം, പ്രാണമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. 5 തരം വസ്ത്രങ്ങളുണ്ട്. ഈ 5 തരം വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് ഭഗവാനെ ദർശിക്കുന്നതിൻ്റെ പ്രതീകമാണ് മഹാക്ഷേത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ ആ ക്ഷേത്ര നിർമ്മാണത്തിൽ ഈ തത്വങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെറുതെ പോയിട്ട് കാര്യമില്ല. ക്ഷേത്രം എന്താണെന്ന് അറിഞ്ഞ് പഠിച്ചു പോകണം. ക്ഷേത്രത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണ വഴിയില്ലേ? നിങ്ങളിപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയാൽ ഏറ്റവും പുറകിലൊരു പ്രദക്ഷിണ വഴി ഉണ്ടോ? ഉണ്ട്. ഇതാണ് അന്നമയ കോശം. അതായത് അന്നം കൊണ്ടുണ്ടാകുന്ന ശരീരത്തിൻ്റെ പ്രതീകം. അത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ബലിവട്ടമില്ലേ? ആ ബലിവട്ടമാണ് മനോമയം, മനസ്സാകുന്ന ശരീരം. അതിനകത്ത് ചുറ്റമ്പലമില്ലേ? പിന്നെ അതാണ് പ്രാണൻ. ഭഗവാന്റെ പ്രാണനായിരുന്നുള്ളി. അതുകൊണ്ടാണ് അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ കഥയൊന്നും പറയാൻ പാടില്ലെന്ന് പറഞ്ഞത്. പ്രാണസ്പന്ദനത്തിൽ ഏർപ്പെടണം, നമ്മൾ അനുഭവിക്കണം. അപ്പോൾ അത് ഭഗവാന്റെ പ്രാണനാണ്. മനസ്സിലായി? പ്രാണമയ ശരീരം. അത് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ഒരു ബലിവട്ടമില്ലേ? ക്ഷേത്രത്തിന് ചുറ്റും ഒരു ബലിക്കല്ലില്ലേ? അകത്ത് ചെറിയ ബലിവട്ടമില്ലേ? ആ ബലിവട്ടം എന്ന് പറയുന്നതാണ് വിജ്ഞാനമയം. അത് കഴിഞ്ഞാൽ ശ്രീകോവിലാണ് ആനന്ദമയം. ആ ആനന്ദമയത്തിനുള്ളിലാണ് ഈശ്വരനെ ഇരുത്തിയിരിക്കുന്നത്. ഈ ഓരോന്നിനും പ്രദക്ഷിണം ചെയ്താൽ ഇതിനെ ഓരോന്നിനെയും കടന്ന് ഭഗവാനെ നേടുക. അതായത് ഇതിനെ കടക്കുക എന്ന് പറഞ്ഞാൽ ഇത് അവിടുത്തെ കടക്കലല്ല, നമ്മുടെ ശരീരത്തെ, ദേഹത്തിൻ്റെ, ഞാൻ ഈ അന്നം കൊണ്ടുണ്ടായ ശരീരം എന്ന ബോധത്തെ ഉപേക്ഷിച്ചു, പ്രാണൻ കൊണ്ടുള്ളതെന്ന് ഉപേക്ഷിച്ചു, മനസ്സ് കൊണ്ടുള്ളത് ഉപേക്ഷിച്ചു, ഞാൻ ഇതുവരെയുള്ള അറിവിൻ്റെ തലത്തിലുള്ളത് ഉപേക്ഷിച്ചു, ആനന്ദമയമായ കേവല സംതൃപ്തി ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് പോകണം. അപ്പോൾ ദേഹാഭിമാനം, ദേഹമാകുന്ന വസ്ത്രത്തിലുള്ള, മനസ്സിലായില്ലേ, അഭിമാനത്തെ അഴിച്ച് കളയണം. ദേഹാഭിമാനത്തെ കളഞ്ഞ്, അതാണ് ഈ വസ്ത്രത്തെ ഉപേക്ഷിച്ച്. ഭഗവാൻ പറഞ്ഞു, ദേഹാഭിമാന ബോധത്തെ ഉപേക്ഷിച്ച് ആണെങ്കിൽ നിങ്ങൾ കയറി വന്ന് ഞാൻ വസ്ത്രം തരാം. ഗോപികമാർക്ക് പിന്നെ ഒരു മടിയുണ്ടായില്ല. കാരണം എന്താ? ദേഹത്തിലാണല്ലോ നഗ്നതയും എല്ലാമൊക്കെ വരുന്നത്. ഗോപികമാർ നല്ലതുപോലെ കയറി മേളിൽ ചെന്ന് ഭഗവാൻ എല്ലാവർക്കും വസ്ത്രം കൊടുത്തു. ഗോപികമാർ ഈ വസ്ത്രവും സ്വീകരിച്ച് ഭഗവാനോടൊപ്പം ആനന്ദത്തോടെ, ഒരാൾക്കും പിന്നെ പരാതിയില്ല, ആനന്ദത്തോടു കൂടി അവർ തിരിച്ചുപോയി. ഭഗവാൻ ഗോപികമാരെ ബോധിപ്പിച്ചു, ദേഹബോധത്തെ ഉപേക്ഷിച്ചാൽ എന്നെ നേടാൻ സാധിക്കും. അതുകൊണ്ട് ദേഹബോധത്തിലാണ് ഞാൻ അടുത്തുണ്ടോ അടുത്തില്ലയോ എന്നുള്ളതൊക്കെ വരുന്നത്. ദേഹബോധത്തിലാണ്. ഞാൻ ഇവിടുന്ന് അങ്ങ് പോയാലും, മനസ്സിലായില്ലേ, ഞാൻ പോയതായി നിങ്ങൾക്ക് തോന്നില്ല. എന്താ കാരണം? ദേഹബോധത്തിലല്ല നിങ്ങൾ എന്നെയും അറിയേണ്ടത്, ഞാൻ നിങ്ങളെ സ്വീകരിക്കുന്നത് ആത്മബോധത്തിലാണ്. മനസ്സിലായോ? ആ ആത്മബോധത്തിലേക്ക് ഗോപികമാരെ ഉയർത്തിയ ആ ഒരു എഡ്യൂക്കേഷനാണ് ഏത്? വസ്ത്രാപകരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. തുടർന്ന് നമുക്ക് മറ്റ് ലീലകളെക്കുറിച്ച് പിന്നീട് നമുക്ക് ചർച്ച